ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന ബിസിനസ് വാർത്തകൾ. വിൽപ്പന സമ്മർദ്ദത്തിൽ വിപണികൾ. ഓപ്ഷൻ എക്സ്പയറി വരാനിരിക്കെ ഇന്ന് വിപണികളിൽ നേരിയ നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷ. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമെന്ന US ഫെഡറൽ റിസർവ് റിപ്പോർട്ടും വിപണിയെ തുണച്ചേക്കും. ഓഹരികൾ തിരിച്ചുവാങ്ങാനൊരുങ്ങി ബജാജ് ഓട്ടോ. ഈ മാസം 8-ന് നടപടികൾ ആരംഭിക്കും. ബൈബാക്ക് നീക്കം ഓഹരി വില ഉയർത്തി. ബജാജ് ഓട്ടോ ഓഹരി വിലയിൽ 4% വർധന. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയത് ഭാരതി എയർടെല്ലിന് നേട്ടമായി. ഓഹരികൾ 32.85% മുന്നേറ്റത്തിൽ. 2023 ഒക്ടോബറിൽ കൂടിയത് 3.5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ്. മ്യൂച്വൽ ഫണ്ട് ബിസിനസിന് തുടക്കം കുറിക്കാൻ ജിയോ ഫിനാൻഷ്യൽ സർവീസസും ബ്ലാക്ക് റോക്കും സെബിക്ക് അപേക്ഷ നൽകി. ഇന്ധനവില കുറയ്ക്കുന്നതിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമായി ചർച്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്രത്തിന് നീക്കമില്ലെന്ന് സൂചന. ഊർജ്ജ ലഭ്യത സർക്കാരിന്റെ മുൻഗണനയെന്ന് മന്ത്രി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഉയർത്തി റേറ്റിംഗ് ഏജൻസി ഇന്ത്യ റേറ്റിംഗ്. 2024 വളർച്ചാ നിരക്ക് 6.2% നിന്ന് 6.7% ഉയർത്തി. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വിശകലനത്തിലേക്കാണ്. ഇന്നലെ മാർക്കറ്റ് അല്പം ഡൗൺ ആയിരുന്നു. ഇന്നലെ പക്ഷേ അതേസമയം അദാനി ഓഹരികൾ വളരെ നന്നായി പെർഫോം ചെയ്തു. സുപ്രീം കോടതി വിധി വന്നതോടുകൂടെ കസർഗയായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും. IT, മെറ്റൽ, ഫൈനാൻഷ്യൽ സർവീസസ്, ബാങ്ക് ഓഹരികൾ ഇന്നലെ ഡൗൺ ആയിരുന്നു. അതുപോലെ തന്നെ കേരള ഓഹരികളിലും ചില ഓഹരികൾ മാത്രമാണ് നന്നായി പെർഫോം ചെയ്തത്. നമുക്കപ്പോൾ ഇന്നത്തെ ഓഹരിയിലെ അല്ലെങ്കിൽ ഓഹരി വിപണിയിലെ മാറ്റങ്ങളൊന്ന് നോക്കാം. ഇന്നിപ്പോൾ ട്രേഡ് തുടങ്ങുമ്പോൾ ദേശീയ ഓഹരി വിപണി അഥവാ നിഫ്റ്റി 91.45 പോയിന്റ് ഉയർന്നു. അപ്പോൾ ഇന്നലെ ഒരു കറക്ഷന്റെ പാതയിലായിരുന്നു ഓഹരി വിപണികൾ. അതേസമയം ഇന്ന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ എക്സ്പയറി വരികയാണ്. അതുകൊണ്ട് തന്നെ വിപണികൾ പ്രതീക്ഷയിലാണ്. 91.45 പോയിന്റ് ഉയർന്നാണ് ഇന്ന് മാർക്കറ്റ് വ്യാപാരം നടക്കുന്നത്. ഇപ്പോൾ 21,608 വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് 21,605 അപ്പോൾ ഇന്ന് ഒരു സൈക്കോളജിക്കലി നിഫ്റ്റി നല്ല നിലയിലാണ്. നല്ല രീതിയിൽ തന്നെ നിഫ്റ്റി പോകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇനി നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കും ഇന്ന് ഉയർച്ചയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് ബാങ്കിങ് ഓഹരികളും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളുമായിരുന്നു. കേരള ബാങ്കുകളുടെ ഓഹരി വിലയിലും ഇത് പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ ഈ ബാങ്കുകളുടെ ഓഹരി നിഫ്റ്റി ബാങ്ക് 47,810 വ്യാപാരം നടക്കുന്നത്. 105 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. നിങ്ങൾക്കറിയാം 12 പബ്ലിക് സെക്ടർ സ്വകാര്യ ബാങ്കുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഇന്നലെ ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും 103 പോയിന്റ് ഉയർന്ന് 21,359 വ്യാപാരം നടക്കുന്നത്. ഇനി നമ്മൾ ബോംബെ സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 72,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവൽ ആ ഒരു മാജിക്കൽ നമ്പറിലായിരുന്നു. പക്ഷേ അത് 71,000 ഇന്നലെ താഴ്ന്നിരുന്നു. 535 പോയിന്റ് കുറഞ്ഞാണ് ഇന്നലെ വിപണികൾ ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ക്ലോസിംഗ് ഇന്നലെ 535 പോയിന്റ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്ന് 340 പോയിന്റ് ഉയർന്നാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കാണ് ഇന്ന് ഓഹരി വിപണികൾ വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ 343 പോയിന്റ് ഉയർന്ന് 71,698 വ്യാപാരം നടക്കുന്നത്. ഇനി നമ്മൾ US ഡോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോളർ ഒന്നിന് 83 രൂപ 31 പൈസ. ഡോളറിന്റെ വില കൂടുതലാണ്. അതായത് ഇന്ത്യ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്കും നമ്മൾ ഡോളറിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ഡോളറിന് നമ്മൾ 83.31 അതായത് 83 രൂപ 31 പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം കുറവാണ്. ഡോളർ നേട്ടമുണ്ടാക്കി. ഇന്നലെ US ഫെഡറൽ റിസർവ് റിപ്പോർട്ട് വന്നിരുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ആരോഗ്യകരമായ രീതിയിലാണെന്ന റിപ്പോർട്ട് എന്തായാലും ഇതിന് തുണയായി. ഇനി നമ്മൾ 10 ഇയർ ബോണ്ട് യീൽഡിംഗ് ബോണ്ട് മാർക്കറ്റിന്റെ ആരോഗ്യമാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 7.212 ഇത് കുറച്ചൊരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. 0.04 മൈനസ് ആണ് കാണിക്കുന്നത്. ബോണ്ട് യീൽഡും കുറച്ച് മെച്ചപ്പെടും എന്ന് വിചാരിക്കാം ഇന്നത്തെ ദിവസം. ഇനി ഗോൾഡ് റേറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 24 ക്യാരറ്റ് ഗോൾഡിന്റെ ഇന്നത്തെ വില അത് അപ്വേർഡ് ട്രെൻഡാണ്. 62,769 22 ക്യാരറ്റ് ഗോൾഡിന് 58,500. ഗോൾഡ് റേറ്റ് ഇന്ന് കുറവാണ്. കാരണം ഡോളറിന്റെ വില കൂടിയപ്പോൾ ഗോൾഡിലേക്ക് നിക്ഷേപകർക്ക് താല്പര്യം കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ ഗസ്റ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് ജോർജ് ആണ് നമ്മളോടൊപ്പം
ടെലിയിലുള്ളത്. ശ്രീ പ്രിൻസ് ജോർജ്, ഇന്നലെ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ റിപ്പോർട്ട് വന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ, അതിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ്, മറ്റു പ്രശ്നങ്ങളില്ല. ഈ വർഷം തന്നെ ഒരു വായ്പാ ചെലവ് കുറയ്ക്കുമെന്ന് ജെറോം പൗൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി നമ്മുടെ ഒരു റിസൾട്ട് സീസൺ വരാൻ പോവുകയാണ്, Q3 റിസൾട്ട്സ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്നൊരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഈ ട്രെൻഡ് വൈകുന്നേരം വരെ തുടരുമോ? വിൽപ്പന സമ്മർദ്ദത്തിൽ നിന്നൊക്കെ മാറിയോ വിപണികൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എനിക്ക് തോന്നുന്നത് ഇപ്പൊ തുടക്കം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ പ്രതീക്ഷിച്ച ഇന്നലത്തെ ഒരു ഹെവി സെൽ ഓഫിന് ശേഷം മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു റിക്കവറി ആണ് ഇതിനെ വിലയിരുത്താനായിട്ട്. കാരണം ഇന്നലെ സെൽ ഓഫ് വന്ന സമയത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ നന്നായിട്ട് സെല്ല് ചെയ്തിരുന്നു മാർക്കറ്റിൽ. അപ്പൊ അവരുടെ കയ്യിലുള്ള എക്സസ് പൊസിഷൻസ് ഒക്കെ മാർക്കറ്റിൽ ഓൾറെഡി തന്നെ സ്ക്വയർഡ് ഓഫ് ആയി പോയി എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാകും, ഷോർട്ട് കവറിംഗ് വാലി എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇന്നത്തെ ഈ ഷോർട്ട് കവറിംഗ് വാലി ഇപ്പൊ രാവിലെ 100 പോയിന്റ് ഗെയിൻ ഉണ്ടായത് ഇൻട്രാഡേ ഗെയിൻ ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇടയ്ക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ്, വീണ്ടും തിരികെ ഇന്നലത്തെ ലോയിലേക്ക് അടുത്തേക്കൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇൻട്രാഡേയിൽ. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു വലിയ സെൽ ഓഫിലല്ല. ഇതിപ്പോ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു കറക്റ്റീവ് ഫേസ് ആണ്. അപ്പൊ ഈ കറക്റ്റീവ് ഫേസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെവലിലേക്ക് വന്ന് അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ചില സ്റ്റോക്കുകൾ, ഇപ്പൊ എ ഗ്രൂപ്പിലുള്ള നല്ല മികച്ച സ്റ്റോക്കുകളൊക്കെയാണ് ഇന്ന് റീബൗണ്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡെക്സിലും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് കണ്ടിരിക്കുന്നത്. ഇന്നലെ ഫെഡറൽ റിസർവിന്റെ ചെയർമാന്റെ കമന്റും ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും, അത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടും എന്നൊക്കെയുള്ള അനാലിസിസ് നേരത്തെ തന്നെയുണ്ട്. അപ്പൊ 2024 ഒരു മികച്ച വർഷമാകാം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുകയും എക്കണോമിയിൽ ഗ്രോത്ത് റീബൗണ്ട് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. ആ ഒരു തീം അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ താഴത്തെ ലെവലിൽ നല്ല സ്റ്റോക്കുകൾക്ക് വീണ്ടും ബയേഴ്സ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, എന്തായാലും താങ്ക് യു. കഴിഞ്ഞ ദിവസം കേരള ഓഹരികളിൽ ചില ഓഹരികൾ മാത്രമാണ് നേട്ടമുണ്ടാക്കിയത്. ഇന്നലത്തെ ആ ഒരു കറക്ഷനിൽ കേരള ഓഹരികൾ കുറച്ചൊന്ന് പകച്ചു എന്ന് വേണം പറയാൻ. അപ്പോളോ ടയേഴ്സ്, BPL, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ വി-ഗാർഡ്, ഇവയൊക്കെ ഇന്നലെ നേട്ടമുണ്ടാക്കിയ ഓഹരികളാണ്. എന്തായാലും കേരള ഓഹരികൾ മുന്നേറ്റത്തിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. ആ കറക്ഷനിൽ നിന്ന് നല്ലൊരു നേട്ടത്തിലേക്കാണ് വിപണികൾ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ലൊരു വിപണി ദിനമായിക്കൊള്ളട്ടെ. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻസിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആ ടേംസ് ഒക്കെ എക്സ്പ്ലെയിനേഴ്സിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. മാർക്കറ്റ് വ്യൂവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഉച്ചയ്ക്ക് 1:30 കാണും.